നമ്മുടെ അച്ഛൻ അല്ലെങ്കിൽ അമ്മ നമ്മള് വഴക്ക് പറഞ്ഞു, എന്തെങ്കിലും തല്ലി അങ്ങനെ എന്തെങ്കിലും വന്നു, നമ്മൾ അച്ഛനെ ഉപേക്ഷിക്കോ? സമ്മതിക്കൂല. ഇപ്പത്തെ കാലത്ത് പെൺകുട്ടികൾക്ക് കല്യാണത്തിന് താല്പര്യമില്ല എന്നൊക്കെ പറയുന്ന കേട്ടിട്ടില്ല നിങ്ങള്? ആണുങ്ങൾക്ക് പെൺകുട്ടികളെ കിട്ടാനില്ല എന്നൊക്കെ പറയുന്ന കേട്ടിട്ടില്ലേ? അത് നമ്മളെ പ്രശ്നം കൊണ്ടല്ല. ഇങ്ങനെ വിടുവായിത്തരം വന്ന് നടക്കുന്ന അമ്മായിമാരെ കിട്ടുമെന്ന് പേടിച്ചില്ല. രണ്ട് കാര്യങ്ങളായി പെണ്ണുപിള്ള പറഞ്ഞു. മാതാപിതാക്കൾ കുട്ടികൾ അടിക്കുന്നത് പോലെയാണ്. കുട്ടികൾ അടിച്ചു വളർത്തുക എന്നുള്ളത് നല്ലൊരു പാരന്റിങ് അല്ല. അത് മനസ്സിലാക്കാദ്യം. അതുപോലെയാണ് ഭർത്താക്കന്മാര് ഭാര്യയെ അടിക്കുന്നത്. അതൊക്കെ സഹിച്ചും ക്ഷമിച്ചും നിൽക്കണം. അവര് 25 വർഷമായല്ലോ കല്യാണം കഴിച്ചിട്ട്, ഇതുവരെ ഒരു പ്രശ്നമല്ല. നിങ്ങളുടെ കുടുംബജീവിതത്തിൽ ഒരു പ്രശ്നം ഉണ്ടാവില്ല. അല്ലെങ്കിൽ നിങ്ങളെ ഭർത്താവ് മുതുകത്തിട്ട് തരുന്നൊക്കെ നിങ്ങൾ ക്ഷമിക്കുന്ന ആളെ കാലം എന്ന് കരുതി ചുറ്റുമുള്ള എല്ലാവരും അങ്ങനെയാണെന്ന് ചിന്തിക്കരുത്. ന്യൂസ് ഒക്കെ നിർത്തുവൊക്കെ പെണ്ണുപിള്ളേ. 2026 മാത്രം 10-15 ആളുകൾ ആത്മഹത്യ ചെയ്ത് ഭർത്താവിന്റെ പീഡനം സഹിക്കുകയാണ്. ഗർഭിണികളെ വരെയുണ്ട്. രണ്ടാളുകൾക്ക് പരസ്പരം ഒന്നിച്ചു പോകാൻ കഴിയൂലെങ്കിൽ സഹിച്ചും ക്ഷമിച്ചും നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇറങ്ങി പോരണം. അതിനാണ് വിവാഹമോചനം എന്നൊരു നിയമം ഇന്ത്യയിലുള്ളത്. എടോ, നിങ്ങളെ മനസ്സിൽ അങ്ങനെയൊക്കെ ചിന്ത ഉണ്ടെങ്കിൽ അതൊക്കെ വീട്ടിൽ വെച്ചൂടെ? ഒരുപാട് ആളുകൾ ആത്മഹത്യ ചെയ്തു പോയടേ. അവർക്ക് ഈ വിവാഹമോചനത്തെ കുറിച്ച് അറിയാത്തത് കൊണ്ടല്ല, നിങ്ങളെ പോലെയുള്ള ആളുകൾ കാരണ. സ്ത്രീകളാകുമ്പോൾ ഭർത്താവിന്റെ അടിയും കുത്തും ഒക്കെ കൊണ്ട് ജീവിക്കേണ്ടവരാണ് എന്നുള്ള ചിന്താഗതിയുള്ള ആളുകളുള്ള സമൂഹത്തിലേക്കാണ് അവർ വിവാഹമോചനം നേടി വരേണ്ടത്. അവർക്ക് അതിന് പേടി. അങ്ങനെ ഒരുപാട് ആളുകൾ മരിച്ചു പോയിട്ടുണ്ടോ. മാതാപിതാക്കൾ മക്കൾ തല്ലുന്നതിനോട് ഗാർഹിക പീഡനത്തെ ഉപമിച്ച നിങ്ങളൊക്കെ എന്ത് മനുഷ്യനാണോ? നിങ്ങളൊന്നും വീട്ടിലോട്ടൊരു പെൺകുട്ടി കയറി വരാണ്ടിരിക്കട്ടെ എന്ന പ്രാർത്ഥന.